ലോകത്തെ സംഗീതാസ്വാദകരെ ഒരു കാലത്ത് തന്റെ പ്രണയഗാനങ്ങൾ കൊണ്ട് ഭ്രാന്ത് പിടിപ്പിച്ച ഒരു ഗായകനുണ്ടായിരുന്നു. പ്രിൻസ് ഓഫ് റൊമാൻസ് എന്ന് ആരാധകർ വിളിച്ച ഫാദർ ഷേക്കർ. അദ്ദേഹത്തിന്റെ യാ ഗായ് പോലുള്ള പാട്ടുകൾ ഇന്നും പലരുടെയും പ്ലേലിസ്റ്റുകളിലുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഫാദർ ഷേക്കറിന്റെ പേര് നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ സംഗീതത്തിന്റെ പേരിലല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ പേരിൽ ചാർത്തപ്പെട്ട തീവ്രവാദ കേസിന്റെയും അതിൽ നിന്നുള്ള വിടുതലിന്റെയും പേരിലാണ്. വർഷങ്ങളോളം നീണ്ട ഒളിവ് ജീവിതത്തിനും തടവ് ശിക്ഷയ്ക്കും ശേഷം ഇപ്പോൾ അദ്ദേഹത്തിന് ലെബനീസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഫാദർ ഷെക്കലിന് സംഭവിച്ചത്? ഒരു സൂപ്പർ സ്റ്റാറിൽ നിന്ന് അദ്ദേഹം എങ്ങനെയാണ് ഒരു തീവ്രവാദ കേസിലെ പ്രതിയായി മാറിയത്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ലെബനിലെ ഒരു ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിനടുത്ത് വളർന്ന ഫാദർ ഷെക്കർ 90കളുടെ അവസാനത്തോടെയാണ് അറബ് സംഗീത ലോകത്ത് തരംഗമായി മാറിയത്. സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് അദ്ദേഹം ജനപ്രിയനായി വളർന്നു. എന്നാൽ 2012 തന്റെ കരിയറിന്റെ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തി. സംഗീത ജീവിതം ഞാൻ അവസാനിപ്പിക്കുകയാണെന്നും പാട്ട് പാടുന്നത് മതപരമായ പാപമാണെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ഫാദർ ഷേക്കറിന്റെ ജീവിതം പൂർണ്ണമായി മാറിമറിഞ്ഞത്. കടുത്ത സുന്നി നിലപാടുകളുള്ള അഹമ്മദ് അൽ അസീർ എന്ന മത നേതാവിന്റെ അനുയായിയായി അദ്ദേഹം മാറി. പ്രണയഗാനങ്ങൾക്ക് പകരം മതപരമായ ഗീതങ്ങൾ പാടിക്കൊണ്ട് അസീറിന്റെ റാലികളിൽ അദ്ദേഹം സജീവ സാന്നിധ്യമായി. സിറിയൻ ഭരണകൂടത്തിനെതിരെയും ലെബനിലെ ഹിസ്ബുള്ളക്കെതിരെയും കടുത്ത പ്രസംഗങ്ങൾ നടത്തിയിരുന്ന ആളായിരുന്നു അസീർ. 2013 ലെബനിലെ സിദോൻ നഗരത്തിൽ വെച്ച് അസീറിന്റെ അനുയായികളും ലെബനീസ് സൈന്യവും തമ്മിൽ വലിയ സായുധ ഏറ്റുമുട്ടലുകളുണ്ടായി. 18 സൈനികരടക്കം നിരവധി പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. ഈ ആക്രമണത്തിൽ ഫാദർ ഷേക്കറും പങ്കാളിയായിരുന്നു എന്നാണ് ലെബനീസ് അധികൃതർ ആരോപിക്കുന്നത്. സൈന്യത്തിനെതിരെ സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ വീഡിയോകളും അന്ന് പുറത്തു വന്നിരുന്നു. ഇതിനെ തുടർന്ന് ഫാദർ ഷേക്കർ ഒളിവിൽ പോയി വർഷങ്ങളോളം ലെബനീസ് സൈന്യത്തിന് പ്രവേശനമില്ലാത്ത ഒരു അഭയാർത്ഥി ക്യാമ്പിനുള്ളിലായിരുന്നു ഒളിച്ചു കഴിഞ്ഞിരുന്നത്. അവിടെയും ഇരുന്നും അദ്ദേഹം ചില പുതിയ പാട്ടുകൾ റിലീസ് ചെയ്തു. ഒടുവിൽ 2020 ലെബനിലെ മിലിറ്ററി ട്രിബ്യൂണൽ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ 22 വർഷത്തെ കഠിന തടവ് ശിക്ഷ വിധിച്ചു. ഭീകര പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകി, സാമ്പത്തിക സഹായം നൽകി എന്നതൊക്കെയായിരുന്നു കുറ്റങ്ങൾ. എന്നാൽ കഴിഞ്ഞ ഒക്ടോബറിൽ നാടകീയമായ ഒരു നീക്കത്തിലൂടെ ഫാദർ ഷേക്കർ പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. താൻ അസീറിനെ പിന്തുണച്ചിരുന്നു എന്നത് സത്യമാണെങ്കിലും സൈന്യത്തിനെതിരെയുള്ള സായുധ ആക്രമണത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് ഫാദർ ഷേക്കർ വാദിക്കുന്നത്. അദ്ദേഹം കീഴടങ്ങിയതോടെ പഴയ ശിക്ഷകൾ റദ്ദാക്കപ്പെടുകയും ഈ വർഷം ജനുവരി മുതൽ കേസിൽ വീണ്ടും വിചാരണ ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് 500 മില്യൺ ലെബനീസ് പൗണ്ട് ജാമ്യത്തുകയായി കെട്ടിവെച്ചതിനെ തുടർന്ന് ലെബനീസ് അധികൃതർ അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ബെയ്റൂത്തിനടുത്തുള്ള മിലിറ്ററി തടങ്കൽ കേന്ദ്രത്തിൽ നിന്നും അദ്ദേഹത്തെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഫാദർ ഷേക്കർ പൂർണ്ണമായും കുറ്റവിമുക്തനായി എന്ന് ഇതിനർത്ഥമില്ല. ആയുധധാരികളായ സംഘം രൂപീകരിക്കൽ, ഭീകരവാദ ഫണ്ടിംഗ്, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ 4 പ്രധാന കേസുകളിൽ ഇപ്പോഴും വിചാരണ തുടരുകയാണ്. ഒരു കാലത്ത് ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രണയിക്കാൻ പഠിപ്പിച്ച ആ ശബ്ദം ഇന്ന് കോടതി മുറികളിലും തടവറകളിലും തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള പോരാട്ടത്തിലാണ്.